രഘുവേട്ടനെ ഒരിക്കലും നന്നാവാനും പോകുന്നില്ല. അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ആ സ്വർണം കൊണ്ടുണ്ടാക്കിയത് മുഴുവൻ അവക്ക് കൊടുക്കണം. അപ്പോഴേ അയക്ക് സമാധാനാവും. അങ്ങനെയൊക്കെ ചെയ്യാൻ പോയാലേ അത് രഘുവേട്ടന് ആ സ്വർണം എടുത്തതെന്ന് എല്ലാരോടും സമ്മതിക്കുന്നത് പോലെ ആവില്ലേ? എടി, അതൊന്നും അയക്കൊരു പ്രശ്നമല്ലല്ലോ. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഹരിശ്ചന്ദ്രൻ ആവാൻ നോക്കിയിട്ട് എന്താ കാര്യം? ആമയുടെ ഭർത്താവ് പിന്നെ ജയിലായില്ലേ? അവക്കിനി ഒരു ജീവിതമില്ലല്ലോ. എല്ലാം അവൾക്ക് കൊടുത്തിട്ട് അവളെ സംരക്ഷിച്ച് ഇനി അവളുടെ കൂടെ ജീവിച്ചാലേ അയാൾക്ക് സമാധാനാവൂ. ചെയ്യട്ടെ, അങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആരുടെയും ജീവിതത്തിലെ ഇടപെടാൻ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്യട്ടെ. നീ ഇങ്ങോട്ട് മാറിക്കേ. ചേച്ചി, അങ്ങനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതാണോ ജീവിതം? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിച്ചിട്ട് എന്താ കാര്യം ചെയ്യൂ? അങ്ങനെയൊന്നും വിചാരിക്കില്ലേ ചേച്ചി. രഘുവേട്ടന്റെ സ്വഭാവം മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്ന ആളല്ലേ ചേച്ചി. ചേച്ചി തന്നെ ഇങ്ങനെ തുടങ്ങി ഇത് എവിടെ ചെന്ന് അവസാനിക്കും? രഘുവേട്ടന്റെ മനസ്സിലിപ്പോ വല്ലാത്ത കുറ്റബോധമുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതിന്റെ കൂടെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുകൊണ്ട് ചെയ്തപ്പോ മനസ്സാകെ തളർന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ കുടി തുടങ്ങിയത്. ഇതുടനെ എന്തെങ്കിലും ചെയ്ത് രഘുവേട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. കുടിച്ച് നശിക്കാൻ തുടങ്ങിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. രഘുവേട്ടന്റെ പഴയ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. ആ ഒരവസ്ഥ വീണ്ടും ഉണ്ടാവാൻ അധിക സമയമൊന്നും വേണ്ട. ഒരാൾ സ്വയം നശിക്കാൻ തീരുമാനിച്ചാ അതാർക്കും തിരുത്താനൊന്നും പറ്റില്ല ചിരു. നീ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മാത്രം ചിന്തിക്കേണ്ടതൊന്നുമല്ല. ഇതൊക്കെ അയാൾക്കും അറിയാവുന്നത് തന്നെയല്ലേ. സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും കണ്ണീരിനേക്കാൾ കടുപ്പം വല്ല പെണ്ണുങ്ങളുടെയും കണ്ണീരിനാണെന്ന് തോന്നുന്ന ഒരാളെ തിരുത്താൻ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാനതിന് പോവേയില്ല. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, എനിക്കൊന്നും അറിയണ്ട. ചേച്ചി